ഹായ് ഗൈസ്, ഹേട്രിക്സ് മീഡിയ പ്രസൻസ് സ്പീഡ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Hi, hello. Hello, What is your name? my name is Rehana. Tell me about yourself. So, hi everyone, my name is Rehana. I am coming from Chennai. I'm a professional on and off-road motorcycle racer. I've been racing for past 8 years in circuit, and this is my 4th year in off-road. So I'm so super excited to take part in the Supercross. Supercross is not my cup of tea, but still I'm giving it my try. So let's see. Hope Kochi is going to do well for me. So yeah, I'm so all excited about the race. Okay, thank you. Best of luck. Thank you. Okay, മോൻ എത്രയിൽ പഠിക്കണേ? 7. ഓക്കെ. അപ്പോൾ സ്റ്റഡീസിന്റെ ഇടയിൽ ഇതിനെ എങ്ങനെ സമയം കണ്ടെത്തണേ? എന്റെ സ്കൂൾ ഓൺലൈനാ. ഓക്കെ അപ്പൊ ഫസ്റ്റ് ഹാഫിൽ ക്ലാസ് ഒക്കെ തരും, സെക്കൻഡ് ഹാഫ് ഫുൾ ട്രെയിനിങ്ങിനൊക്കെ. ഓക്കെ. അപ്പോൾ പാരന്റ്സ് ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ. ഏകദേശം എത്ര ഇയേഴ്സ് ആയിട്ട് ഇതിലുണ്ട്? 6 years ആയിട്ട്. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് കോമ്പറ്റി. ഓക്കെ. ഹായ് ബ്രോ, പേരെന്താ? എന്റെ പേര് ഡാലിൻ. വീട് എവിടെയാ? വീട് വൈപ്പിൻ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓവറോൾ റേസ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ആ ഫസ്റ്റ് നമ്മളിങ്ങനെ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഫീൽ എന്താ? നല്ല ത്രില്ലിംഗ് ആയിരുന്നു, നല്ല കോമ്പറ്റീഷൻ, നല്ല മൈൻഡ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ്. ഇതിന് പ്രാക്ടീസ് ഒക്കെ എത്ര നാൾ മുമ്പ് എടുത്തിരുന്നു? ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 മാസമായിട്ടുണ്ടാവുള്ളൂ. എൻ്റെ ഒരു 3ാമത്തെ ഒരു ഇവന്റ് ആണ്. അപ്പോൾ പിന്നെ നമ്മളിവിടെ വന്ന് കോമ്പറ്റ് ചെയ്ത ആൾക്കാർ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു പ്രത്യേകിച്ച്? ഞാൻ ആക്ച്വലി സ്റ്റാർട്ടിങ് ആണെങ്കിൽ പോലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള റൈഡേഴ്സ് ഒക്കെയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ ഒരു ഫീൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഭയങ്കര ഹെവി കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. നമുക്കൊരു പ്രത്യേകം നമ്മളുടെ ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ആവും, പേടി കാര്യങ്ങളൊക്കെ എല്ലാം മാറും. അപ്പോൾ ബെസ്റ്റ് വിഷസ്, കാണാം ഇനിയും. ഹലോ, ഹായ്, പേരെന്താ? മിശ്രിയ, എവിടെ നിന്ന് വരുന്നു? എറണാകുളം. ഇവിടെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓവറോൾ എക്സ്പീരിയൻസ്? ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടില്ല. കൊള്ളാം, ചെറിയ ടാസ്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, പോകുന്നുള്ളൂ. Hi, I'm Swaru Nayar. I'm from Coimbatore. I'm here at Kerala, Cochin, in the race All India Supercross 2025. The track was very good. First moto, it was very nice, but the jumps are very small, which is easy to take the jumps. First moto I got 4th place. I wish I get first place in the second moto. Thank you. ചേട്ടാ, ഞങ്ങൾ ഹേട്രിക്സ് മീഡിയ എന്നാണ്. അപ്പോൾ ഈ RC കാരുടെ വർക്കിംഗ് കാര്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഇത് ഫുള്ള് ഇലക്ട്രിക് ആണ്. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആണ്. പെട്രോൾ വണ്ടിയും ഉണ്ട്. ഇതെല്ലാം ഹോബി ഗ്രേഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിപ്പെട്ട കാർസാണ്. നമ്മൾ നോർമലി ഈ ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് 1000-2000 രൂപയുടെ കാർസ് അല്ല. ഇത് ഫുൾ ഓഫ് സ്പെഷ്യൽ ബിൽഡാണ് ഈ വണ്ടികൾ മൊത്തം. എല്ലാം കുറച്ച് പ്രോ ലെവൽ കാർസാണ് മൊത്തം. ഇതിൻ്റെ ഇപ്പോൾ മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ പല റേസുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെ കുറവാണ്, തീരെ ഇല്ല. പിന്നെ നമുക്കിവിടെ ഒരു കൊച്ചിയിൽ ചെറിയൊരു ട്രാക്ക്, നമ്മൾ ടോക്സോൺ എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട്. നമ്മൾ ആസിക്കാറിൻ്റെ ഞങ്ങളൊരു ചെറിയൊരു കൂട്ടായ്മയാണ്. സോ നമ്മൾ ഇവിടെ കൊച്ചിയിലൊരു ചെറിയൊരു ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ, മൈസൂരൊക്കെ മുമ്പ് റേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ കുറവാണ്. കാര്യം ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നെ ഓരോ വണ്ടികളും ഓരോ സ്പെസിഫിക്കേഷനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റേസ് വണ്ടി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇത് പക്ക ട്രാക്കിൽ ഓടിക്കുന്ന ബഗ്ഗീസാണ്. ഇതൊക്കെ ഒരു ഓപ്പൺ കാറ്റഗറി ഓടിക്കാൻ പറ്റുന്ന മോൺസ്റ്റർ ടൈപ്പ് വണ്ടികളാണ്. പിന്നെ ഓൺ റോഡ് കാറുകളുണ്ട്, പിന്നെ ബാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള വണ്ടികളുണ്ട്, പിന്നെ മോൺസ്റ്റർ ട്രക്കുണ്ട്, ഒറിജിനൽ മോൺസ്റ്റർ ട്രക്കുകളുണ്ട്. അങ്ങനെ ഓരോ വണ്ടികളും ഓരോ കാറ്റഗറിയാണ്. പിന്നെ ഈ വണ്ടികളൊക്കെ വേറെ ആൾക്കാർ ഇപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. ഇതിനൊക്കെ സെയിൽസ് ഒക്കെ ഉള്ള സമയത്ത് സെയിൽ പോസ്റ്റ് ഇടും. നമ്മൾ വീഡിയോസ് ഇടുന്ന ടൈമിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഏത് വണ്ടിയാണോ വേണ്ടത്, നമ്മളിപ്പോൾ ഏകദേശം ഇതൊരു 1.4 lakhs അടുപ്പിച്ചായ വണ്ടിയാണ്. ഇത് നമ്മളൊരാൾക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ്. എടുത്ത വണ്ടിയാണ്. അത് ഒരു ഫിലിം പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ക്യാമറ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനമാണ്. അത് ഇന്ന് നമ്മൾ കൊടുക്കും. ഇവിടെ കൊച്ചിയിലുള്ള ഒരു പുള്ളിക്കാരന് നമ്മളിന്ന് കൊടുക്കും. അങ്ങനെ പല സെയിൽസ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. കാര്യം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്പെയർ പാർട്സ് 4 ഇരട്ടി എക്സ്പെൻസീവാണ്. ഇത് വണ്ടിയുടെ 4 ഇരട്ടി എക്സ്പെൻസീവാണ് സ്പെയർ പാർട്സ്. പിന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പൊതുവെ ഇതിൻ്റെ അകത്ത് വരും. അങ്ങനത്തുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളില്ല, കുഴപ്പമില്ല. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോവാം.
പക്ഷേ ഈ ഒരു കൾച്ചർ നാട്ടിലോട്ട് വന്നിട്ടില്ല. കൾച്ചർ നാട്ടിലോട്ട് ഇനി ആക്കി എടുക്കണം. അതെ പയ്യെ കൊണ്ട് വരും. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ മനസ്സിലാക്കി തുടങ്ങി. പ്രതീക്ഷിക്കുന്നു. അതെ അതെ.